നമ്മൾ എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ മോളെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. കാറ്റും മഴയായതുകൊണ്ട് അവിടെ പിടിച്ചിരിക്കാൻ വിചാരിച്ച് ഇങ്ങോട്ട് വന്നു. ഒരുപോലെ നല്ല വെള്ളം കയറി നാട്ടല്ലോ വെറും എടുത്തോണ്ടെന്നാണ് അതിനെ ഞാൻ കാറ്റും മഴ വരുമ്പോൾ അതിനോട് പറയും പോകാൻ നമുക്ക് മുളക്കാന്ന് ചില അവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയിരുന്നു. സ്കൂളിൽ പോയി വരുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് പിള്ളേരെ കുഴപ്പമാക്കി വരാണ്ടെന്നാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ ഒന്ന് വിളിക്കുന്നത് വെള്ളം കയറ്റുന്നുണ്ട്, അതുകൊണ്ട് വേഗം വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വെള്ളം കയറിയ സാധനങ്ങൾ എന്തായാലും ഒരു വീട്ടിൽ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടാവും. വീട്ടിൽ വെള്ളം കയറി അപ്പോൾ ഈ ജനലിന് കണക്കായിട്ട് വെള്ളം കയറി ആൾക്ക്. അപ്പോൾ ഇവിടെ വേഗം വീട്ടിലൊക്കെ എടുത്ത് നോക്കണ്ടേ, ഞാൻ പോകാൻ കഴിഞ്ഞു. അതുകൊണ്ട് വെറും പേടിയാന്ന് വെള്ളത്തിൻ്റെ പറയുമ്പോൾ കിടന്നുറങ്ങൂല. എടുക്കലും നനയും അത് വേറെ ഇഷ്ടം. അത് നമ്മളൊരു കുഞ്ഞു വീടാണ്, അതുകൊണ്ട് എടുത്തിട്ട് എവിടെയെങ്കിലും വെക്കണമെങ്കിൽ അപ്പുറത്തെ വീട്ടിലെങ്ങാനും കൊണ്ടൊക്കെ, അല്ലാതെ നമ്മളിപ്പോൾ അവിടെ നിന്ന് വെക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ ചെറിയ ഒറ്റപ്പര വീടാണ്. അതുകൊണ്ട് സാധനമെല്ലാം വെള്ളം കയറാതിരിക്കട്ടെ, എന്നാലും കയറിയിട്ടുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് വിടുന്നില്ല. അല്ല ഒറ്റക്ക് പോയിട്ട് കാര്യമില്ലല്ലോ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ വണ്ടി ഇറങ്ങിയിട്ട് പോകുന്ന റോഡ് വെള്ളം കയറിയിട്ടുണ്ടല്ലോ, അപ്പോൾ വേറെ വഴിയിലേക്ക് കൂടി പോകണം. അപ്പോൾ പോയിട്ട് എല്ലാ സാധനം എടുത്ത് കയറ്റിയെല്ലാം വെക്കണം. അതിൻ്റെ മേലെ ഒരു കമ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കമ്പീൻ്റെ മേലെ കിടക്കയെല്ലാം വെച്ച് വെക്കാം, വേറെ ഒന്നും വെക്കാൻ കഴിയില്ല. അതെ, പിന്നെ ഉള്ള പാത്രം എല്ലാം എടുത്തിട്ട് തട്ടി പിന്നെ വെച്ചാൽ അപ്പോൾ ഇടയിൽ വെള്ളം വരും. പിന്നെ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇരട്ടി പിന്നെ ചെയ്യാം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇങ്ങനെ വീഡിയോ ഇന്നിടാൻ കഴിയും. അതെ, ഇങ്ങനത്തെ വീഡിയോ ഇന്ന് ഇടാൻ പറ്റുള്ളൂ. ഇന്ന് നാളെയും പറയാൻ പറ്റില്ല. നാളെ ഇപ്പം വെള്ളം കയറിയില്ലെങ്കിൽ പിന്നെ വെള്ളം കയറിയത് നമ്മൾ കാണിച്ചു തരും. വെച്ചാൽ അങ്ങനെയല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചായ കുടിച്ചിട്ട് പോയാൽ വന്നിട്ട് ഇരിക്കുകയിങ്ങനെ. അതുകൊണ്ട് ചായ ഞാൻ ഇരുന്ന് വിടും. അപ്പം ഇല്ല, വീടിയും വെള്ളം കയറുന്നുണ്ട്, വീടിയും വരും വെള്ളം. ചെടി ഇങ്ങനത്തൊന്നും ചെയ്യില്ല. എത്തിയാലും കുഴപ്പമില്ല, മേലെയും കയറിക്കാലോ. വഴികളൊക്കെ അതുകൊണ്ട് വെറും പേടിയാന്ന്. എടുത്ത് വെച്ചിട്ടാണ് വേറെ എന്ത് വീടുണ്ട് വേണ്ടി കടപ്പോയി നിൽക്കണം രാത്രി. അതെ, എന്തെല്ലാം പൊട്ടിക്കാനുണ്ട്. പതാന്നിപ്പം പ്രശ്നം കഴിച്ചു കരണ്ടും ഇല്ല. അപ്പുറത്തെ ഇപ്പുറത്തെല്ലാം മരമുണ്ട്. എന്നുവെച്ചാൽ അവരോട് കൊണ്ടുപോയിക്കാൻ പറയുന്നുണ്ട്, എന്നാലും അവർ കഴിക്കുന്നില്ല. എന്നാലും മരമുണ്ട് പേടിച്ചിട്ട്. എന്താ വെച്ചാൽ അഥവാ പൊട്ടി വീട് ഇന്നലെ പോയിട്ട് നമ്മുടെ തൊട്ടപ്പുറത്തൊരു വീടിന് വലിയ വാർപ്പിന്റെ വീടായിരുന്നു. വലിയൊരു ജാതി പൊട്ടിയിട്ട് ആ വീട്ടിന്റെ മേലെ പൊട്ടി വീണു. പക്ഷെ ആ സ്ഥാനത്ത് ഓടുള്ളതാണെങ്കിൽ എന്തായിരുന്നു സ്ഥിതി ഉണ്ടാവുക? അതുപോലെ പേടിയാന്ന്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചെന്നാൽ രാവിലെ തന്നെ വേഗം പോയേക്കാം. പണ്ടത്തെ ഞാനാണെങ്കിലും കയറി കഴിക്കൂ, ഇന്ന് കയറി കഴിക്കാമില്ല. അവർ പറഞ്ഞിട്ട് കൂട്ടാക്കുന്നുണ്ട്. ഇന്ന് പഞ്ചായത്തിനും പാർട്ടി പഞ്ചായത്ത് പറഞ്ഞ കാര്യമില്ല. അവർ പറയുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. കൊണ്ടുപോയിക്കാൻ നമുക്ക് അവിടെ പറ്റുന്നത് നമ്മൾ ശ്രദ്ധിച്ചോളാം എന്നല്ലാണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നാലും ഇന്നത്തെ വീഡിയോ നമ്മൾ ഇങ്ങനെ ഒരു പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഇന്നിടാം. നാളെ വെള്ളം കയറിയിട്ടില്ലെങ്കിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. എല്ലാവരും ഓഫീസിൽ ബ്ലോഗ്സിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറന്നു കേട്ടോ. എല്ലാവരും കണ്ട് പോവുകയെന്നുള്ള ലൈക്ക് വരുന്നില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റിലേക്ക് കൂടി വരിക. പിന്നെ കുഞ്ഞ് വീഡിയോ ആയിട്ട് നാളെ